ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എവിടെ പോയിട്ട് വന്നു? രാവിലെ ഒരു എയർപോർട്ട് ട്രിപ്പ് കഴിഞ്ഞപ്പോ എത്തിയതായിരുന്നു. ചേട്ടൻ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. അങ്ങനെ ചേട്ടനെ വിളിക്കാനായിട്ട് പോയിട്ട് പിക്ക് ചെയ്ത് വന്നു. ഓക്കെ. ഇനി അയ്യപ്പ കഞ്ഞിയുണ്ട്. കണ്ണൻ കണ്ണോ മാലയിടാൻ പോയിട്ട് വന്നിട്ടുണ്ടല്ലേ കണ്ണാ? എത്തിയോടാ? വന്നിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് പരിപാടികള്? ചേട്ടന്റെ വീട്ടിലാണ് അയ്യപ്പക്കഞ്ഞി. അയ്യപ്പക്കഞ്ഞിയുണ്ട്. വൈകിട്ട് പിന്നെ അമ്പലത്തില് പായസ സദ്യയുണ്ട്. ശബരിമല തെക്കത് കാവിലെ രാവിലെ കെട്ടുനിറ കഴിഞ്ഞ് 7 മണിക്ക് ഇവിടുന്ന് നാളെ രാവിലെ 7 മണിക്ക് ഇവിടുന്ന് മലയ്ക്ക് പോകും. പോയിട്ട് തിരിച്ചെപ്പോ വരും? നാളെ വൈകിട്ട് മല കയറി നാളെ രാത്രി തന്നെ അവിടുന്ന് ഇറങ്ങി മറ്റന്നാ 17-ന് നമുക്ക് ഒരു 10 മണിക്ക് ഇവിടെ എത്തണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എങ്ങനെ, ഏത് വണ്ടിയിലാ പോന്നെ? അത് ഒരു മിനി ബസ് ബുക്ക് ചെയ്താക്കെ. ട്രാവലറോ? ടെമ്പോ ട്രാവലറോ. അപ്പോഴതാണ് ബെറ്റർ. സ്വാമി ശരണം. ഹായ്. അപ്പോ ഞാന് രാവിലെ നമ്മുടെ പ്ലാറ്റിനം ഫാമിലിക്കൊപ്പം $1 million മോർണിംഗ് റൊട്ടീനൊക്കെ കംപ്ലീറ്റ് ചെയ്തു. താഴേക്ക് ഇറങ്ങി വന്നു. അപ്പൊ അമലുവിന് സ്കൂളിൽ പോകാനുള്ള സമയമായി. അങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നമ്മുടെ ഇവിടെ ജോലിക്കുന്ന കുട്ടി പൂരി ഉണ്ടാക്കുന്നതിൽ അത്ര എക്സ്പേർട്ട് അല്ല. ആള് ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപടം പോലെ പോകും. അതുകൊണ്ട് അത് 2 ഉണ്ടാക്കുന്ന ദിവസം ഞാനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പൂരിയും ഉള്ളിക്കറിയാണ് ഉണ്ടാക്കിയത്. മലയ്ക്ക് പോകുന്ന പ്രമാണിച്ച് കുറേ ദിവസം കൊണ്ട് വെജിറ്റേറിയൻ ഫുഡാണ് നമ്മള്. കണ്ണൻ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടു. ചേട്ടൻ മാല ഇടുന്നില്ലേ? ഒരുമിച്ച് പോയിട്ട്. ഓക്കെ. അപ്പോ അമലുകുട്ടൻ മെനഞ്ഞാന്നിട്ട് അല്ലെ? അമലു മെനഞ്ഞാന്ന് മാല ഇട്ടു. അപ്പൊ അമലു രാവിലെ സ്കൂളില് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ താഴെ വന്നപ്പോഴത്തേക്കും നമ്മുടെ മോണിക്ക, ലവ് യു മോണിക്ക, ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോ. പിന്നെ ജസ്റ്റ് ആ ഒരു പാട്ട് പാടിയപ്പോഴത്തേക്ക് ടി വിയിലൊന്ന് ഇട്ട് നോക്കിയതാ. അപ്പൊ നമ്മുടെ സൗബിനെ അതിനകത്ത് കാണിച്ചു. അപ്പൊ സൗബിനെ അഭിനയിച്ചൊരു സിനിമയുണ്ട് മ്യാവ് എന്ന് പറയുന്നത് അല്ലേ ഏട്ടാ? സൗബിന്റെ ആ മ്യാവ് മൂവി കണ്ടിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും കാണണം അല്ലേ? നല്ലൊരു നല്ല സബ്ജക്റ്റുമാണ്. നല്ല ഫീൽ ആണ് പടം കാണാൻ. അതെ അതെ അതെ. ഫാമിലി പിക്ചർ. എല്ലാ സൂക്കേടും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ ഹാർഡ് ഡിസ്കിൽ വൈറസ് കയറാതെ കൂളായി വെച്ചിരുന്ന പിന്നെ ഒരു അസുഖവും വരാൻ പോകുന്നില്ല. പക്ഷെ ഇത് വേറെ ആരോടും പറയണ്ട, ഞങ്ങളുടെ കഞ്ഞൂടെ മുട്ടാൻ പോകുന്നത്. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ഞാനിപ്പോ ആഡ് ചെയ്തൊരു ക്ലിപ്പ് നിങ്ങൾ കണ്ടില്ലേ? ഡോക്ടേഴ്സ് പോലും പറയുന്നത് നമ്മുടെ മനസ്സാകുന്ന ഹാർഡ് ഡിസ്കിനകത്ത് വൈറസ് കയറ്റാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ പറ്റും. അപ്പൊ ഹെൽത്തി ആയിരിക്കുന്ന സീക്രട്ട് എന്താണ്? ടു ബി പോസിറ്റീവ്, ടു ബി ഹാപ്പി, സെലിബ്രേറ്റ് യുവർ ലൈഫ്. നമുക്ക് ചേട്ടന്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാനൊക്കെ പോകണം. ഇന്നത്തെ ദിവസം ഫുൾ നമുക്ക് ചില്ലായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് അല്ലെ? ഓരോ ദിവസവും ഇങ്ങനെ തീരുമാനിക്കണം, ഇന്ന് ഞാൻ ഫുൾ ഡേ ഹാപ്പി ആയിരിക്കും. സന്തോഷം ആഗ്രഹിക്കുന്നവരൊക്കെ ടീച്ചറമ്മയുടെ കൂടെ കൂടിക്കോ. ഞാൻ ഡെയിലി വ്ളോഗ്സ് ഡെയിലി എന്ന് പറയുന്നത് ചില ദിവസങ്ങൾ ചിലപ്പോൾ ഭയങ്കര ഹെൽത്ത് പ്ലസിംഗ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ പറ്റാതെ വന്നാലും ഞാൻ മാക്സിമം വ്ളോഗ്സ് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഞാനുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സുജാർ മോഹൻ ലൈഫ് സ്റ്റൈൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് മോട്ടിവേഷൻ, അൺലിമിറ്റഡ് മോട്ടിവേഷൻ, അൺലിമിറ്റഡ് ഹാപ്പിനെസ്. ഇന്ന് അമ്മച്ചി ഇവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാനിത്തിരി ഉറക്കെ കിടന്ന് അലക്കുന്ന. ഉറക്കെ കിടന്ന് ചിരിക്കുമ്പോൾ അമ്മ ഉറക്കെ കിടന്ന് ചിരിക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ പണ്ടത്തെ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ, അവരെപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആയിരിക്കണം, ഉറക്കച്ചിരിക്കാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് വയസ്സായ അമ്മമാർക്കൊക്കെ. അങ്ങനൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ പണ്ട് ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത്, പെണ്ണുങ്ങളായാലും നല്ല അടക്കൊതുക്കം, ഡാൻസ് കളിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്നെ കാണുമ്പോൾ ആൾക്കാർ അറിയുമ്പോൾ ഇത്തിരി ഓവറാണ്. ഒരു മിനിറ്റ്, ഞാൻ ബാക്ക് ക്യാമറ ഇടട്ടെ, വെയിറ്റ്. ഇന്നലെ ഒരാൾ എന്നെ കാൾ ചെയ്തേ, അതേ ചോദിക്കുകയാണ്, നിങ്ങൾ പരസ്യത്തിൽ കൊടുത്തിരുന്നില്ല എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. സിൽവർ ക്ലാസ്. എങ്ങനെയാണ് ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നത്? ജീവിതം എന്ന് പറയാൻ സന്തോഷവും സങ്കടവും എല്ലാം ചേർന്നല്ലേ സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. പിന്നെ എങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത്? അങ്ങനെ പറയുന്ന ആ സെന്റൻസ് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടൻ സങ്കടം എടുത്തോ, ഞാൻ സന്തോഷം എടുത്തോളാം, സങ്കടം ചേട്ടൻ കൊണ്ടുപോയി, എനിക്ക് സന്തോഷം മതി. അതല്ല, നമ്മള് ജീവിച്ച് കാണിക്കുകയല്ലോ ഒരു മനുഷ്യൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. മനുഷ്യൻ എല്ലാരും കൊതിക്കുന്ന സന്തോഷമായിട്ടിരിക്കണം. അദ്ദേഹം പറയണം, എനിക്ക് അങ്ങനെ പറ്റത്തില്ല, സന്തോഷം സങ്കടവും വേണം, രണ്ടും വരണം. സങ്കടം താങ്കളുണ്ട്
സങ്കടം എനിക്ക് വേണ്ട, എനിക്ക് സന്തോഷം മതി. അല്ല, ചേട്ടന്റെ ഒരു ഓവറോൾ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചേട്ടനോടൊപ്പം ഏകദേശം 22 വർഷമായി കൂടിയിട്ട് അതിന് മുമ്പും ചേട്ടന്റെ ഒരു ലൈഫ് നോക്കി കഴിഞ്ഞാൽ ഓൾ ഓവർ ഹാപ്പിനെസ് തന്നെ അല്ലായിരുന്നോ? നമുക്ക് എപ്പോഴും ഹാപ്പി. അതായത് നമ്മൾ സങ്കടത്തിലൂടെ എപ്പോഴാണ് പോകുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക, പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇടപെടുക. വേണ്ടാത്തവരൊന്നും പോയി തലയിടാതിരിക്കുക, ചില്ലായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്നത് പഴയ സിനിമാ പാട്ടാണ്. ആക്ച്വലി സുഖദുഃഖ സമ്മിശ്രമല്ല ജീവിതം. ലൈഫ് ഈസ് സോ ഈസി ആൻഡ് എഫേർട്ട്ലെസ്. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിച്ചാൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ ദുസ്സഹമാണ് ജീവിക്കാൻ. ലൈഫില് സുഖവും വരും ദുഃഖവും വരും. മക്കളെ, ലൈഫിൽ ചലഞ്ചസ് വരുത്തില്ല എന്നല്ല ടീച്ചർമ്മ പറഞ്ഞതിന്റെ അർത്ഥം. ലൈഫിൽ പ്രശ്നം വരും. ഞാൻ ചേട്ടനിൽ കണ്ടിട്ടുള്ളൊരു നല്ല ക്വാളിറ്റി എന്താ പറയുക, എന്ത് പ്രശ്നം തലയ്ക്കും വരുന്നാലും ചേട്ടൻ സൂപ്പർ ചില്ലാണ്, കൂളായിട്ട് ഒരു കാര്യമൊക്കെ ഇങ്ങനെ വന്ന് ചേട്ടൻ 2 സെക്കൻഡ് ഉറങ്ങാൻ കിടക്കുന്ന സ്വിച്ച് ഓഫ് ചെയ്ത് സുഖമായിട്ട് ഉറങ്ങും. അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നല്ലോ, പിന്നെ നമ്മളത് മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ഞാനൊരു ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് അപ്പോഴേ അതിനെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും. പക്ഷേ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ത് കാര്യം ഇനി വന്നാലും ഓക്കെ ചിന്തിച്ചു, അത് അപ്പോഴേ മനസ്സിൽ നിന്ന് കളഞ്ഞു വിട്ടു. പണ്ട് മുതലേ അങ്ങനെയാണ്. നേരെ മറിച്ച് ഞാനിപ്പോൾ ഒരു കുറച്ച് നാളൊക്കെ എല്ലാം ആയതുകൊണ്ട് ഇതിലേക്ക് വന്നിട്ട് ഈ ഒരു പോസിറ്റീവ് ട്രാക്കിലേക്ക് വന്നിട്ട്, പണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലോ എപ്പോഴും ദുഃഖപുത്രിയായിരുന്നു, കരഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു എൻ്റെ പണിയെന്ന്. പക്ഷേ ഹാപ്പിനെസ്സിലേക്ക് എത്തിയപ്പോഴാണ് എൻ്റെ മക്കളെ എല്ലാ സന്തോഷം വന്നത്. പലരും പറയാറുണ്ട് ടീച്ചറമ്മ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കാണിച്ചു തരുമെന്ന്. ടീച്ചറമ്മ അത് കണ്ടോ, നമ്മുടെ ലിവിങ് റൂമിൽ ടിവിയുടെ അടുത്തായിട്ടാണ് സിൽവർ പ്ലേ ബട്ടൺ വെച്ചേക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. ദേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് സുജ ആർ മോഹൻ, presented to Suja R. Mohan for passing 1 lakh subscribers on YouTube. ഒരിക്കൽ അതൊരു ഡ്രീം ആയിരുന്നു മക്കളെ. Once it was a dream, but now it became reality. അപ്പോ നമുക്ക് സ്വപ്നം കണ്ടാൽ എന്തും നേടാൻ പറ്റുമെങ്കിൽ കാണേണ്ടത് വലിയ വലിയ സ്വപ്നങ്ങളല്ലേ. ഡ്രീം ബിഗ്. എപ്പോഴും വലുത് സ്വപ്നം കാണുക. വലുത് സ്വപ്നം കണ്ടാൽ വലുത് നിങ്ങളെ തേടിയെത്തും. കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ വിട്ടിട്ട് വലുതിന്റെ പിറകെ പോ. ആ വലുത് സ്വപ്നം കാണും. പലർക്കും വലുത് സ്വപ്നം കാണാൻ പേടിയാ. എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ പറയാറില്ലേ, നമ്മുടെ BMW ഒക്കെ എടുത്ത സമയത്ത് പലരും ഇത്രയും വലിയ വണ്ടിയാ, അതിന്റെ ആവശ്യമുണ്ടാ, നമുക്കതൊന്നും സ്വപ്നം കാണാൻ പറ്റൂല, ചെറുത് മതി, ചെറിയൊരു വണ്ടി എടുത്താൽ മതി. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വലുതെടുക്കും. ഇന്ന് അത് ദേ റിയാലിറ്റി ആയി അല്ലേ. ഇതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു തന്നിട്ടാണ് മക്കളെ ടീച്ചറമ്മ നിങ്ങളോട് പറയുന്നത് എവറിത്തിങ് ഈസ് പോസിബിൾ. എല്ലാവരും കമന്റിലിടൂ, എവറിത്തിങ് ഈസ് പോസിബിൾ. നമ്മുടെ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്ത പാവക്കുട്ടിതായിരിക്കുന്നു. യെസ്. അപ്പോൾ അമ്മച്ചി ചേട്ടൻ്റെ വീട്ടിൽ പോയി. ഇന്ന് ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നതാണല്ലോ രാവിലെ. അപ്പോൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. പിന്നെ ഓക്കെ, ഇനിയിപ്പം രാവിലെ കുളിച്ചിട്ട് നമുക്ക് കഞ്ഞിസദ്യക്കൊക്കെ പോകണം. അപ്പം നമുക്ക് റെഡിയാവാം. മോനെവിടെ? അവൻ ഓഫീസിൽ പിന്നെ വീഡിയോ അപ്ലോഡിങ് ആയിരിക്കും. നമുക്ക് നോക്കാം. കണ്ണമ്മയുടെ ഹായ്. എന്താണ് ചന്ദനക്കുറിയൊക്കെ? സ്വാമിയുടെ മാല കാണിച്ചേ. എല്ലാവരും കമന്റിൽ കുറിക്കൂ സ്വാമി ശരണം. സ്വാമിയേ. ഇവരൊരു ടീമുണ്ട് കേട്ടോ. എത്ര പേരുണ്ട് നിങ്ങള്? 20 പേരടങ്ങുന്ന ഒരു ടീമാണ്. ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്, ഒത്തിരി പിള്ളേരുണ്ട്, ഒത്തിരി പേരുണ്ട്. 10-20 പേര് ഒരു ട്രാവലറിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, എങ്ങനെ പോകുന്നുണ്ട് ലൈഫൊക്കെ? കോളേജ് ലൈഫ് സൂപ്പർ. ഓക്കെ, നമ്മുടെ വീട്ടിലെ ഒരു അന്തരീക്ഷം എപ്പോഴും നല്ല ചിൽ, ഹാപ്പി, ആ ഒരു അന്തരീക്ഷമാണോ എപ്പോഴും ഒരു സാഡ്നെസ് ആണ്? എന്താണ് നമ്മുടെ വീട്ടിലെ ഹാപ്പിനെസിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, അപ്പൊ അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കുമ്പോ, എപ്പോഴും നല്ല സന്തോഷത്തിലിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും മക്കളുടെ ഹാപ്പിനെസിനെ അത് ബാധിക്കൂലേ? ഒരു കുടുംബത്തിന്റെ എന്താ പറയുന്ന ഒരു നട്ടലാണ് പേരൻസ് പറയുന്നത്. അവര് ഹാപ്പി ആയിട്ടിരിക്കുമ്പോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും. പണ്ട് ഞാൻ സാഡ് ആവുന്ന സമയത്ത് നിങ്ങളെ അത് അഫക്ട് ചെയ്യുമായിരുന്നു അല്ലേ? ഒരുപാട് അഫക്ട് ചെയ്യുമായിരുന്നു. നിങ്ങളായിരുന്നു വേട്ടം പറയും. ഇപ്പൊ നമ്മള് അമ്മ ഹാപ്പി ആയപ്പോഴത്തേക്ക് എന്റെ മക്കള് ഹാപ്പി അല്ലേ? ലവ് യു പൊന്ന, ലവ് യു. ഒന്നുമില്ല, പക്ഷെ സ്വാമിക്ക് ഒരു ഉമ്മ കൊടുക്കാം. ഇവിടെ അല്ല ഉമ്മ കൊടുക്കേണ്ടത്, നെറ്റിയില് ഉണ്ടോ? മക്കൾക്കൊക്കെ ഡെയിലി നമ്മൾ ഉമ്മ കൊടുക്കാം. നമ്മളെ മക്കള് വളർന്ന് വലുതായി വലിയ പിള്ളേരായി എന്നൊന്നും നമ്മൾ നോക്കട്ടെ.
എപ്പോഴും നമ്മൾ നല്ല സ്നേഹം കൊടുത്തോണ്ടിരിക്കുക. അത്രത്തോളം സ്നേഹം കൊടുക്കാൻ പറ്റുമോ സ്നേഹം കൊടുത്തോണ്ടിരിക്കുക. അത് ബാക്കിൽ കുറേ കരിയില വീണ് കിടക്കുന്നതാണ്. അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പാടാനകത്ത് ഇറങ്ങാനായിട്ടേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലീനിങ് സ്റ്റാഫിനോട് ഇന്ന് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ അമ്മച്ചി ഇല്ലല്ലോ, ഞാൻ ക്ലാസ്സിലായിരിക്കും. പിന്നെ ചേട്ടൻ കഞ്ഞി സദ്യ മലയ്ക്ക് പോകുന്നതിൻ്റെ തയ്യാറെടുപ്പുകൾ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക മക്കളെ, ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും നല്ല ചില്ലായിട്ടിരിക്കുക, ചിരിച്ചോണ്ടിരുന്ന എല്ലാവരും ചിരിച്ചോണ്ടിരിക്കണം കേട്ടോ എപ്പോഴും. കാലിലെന്ത് നടക്കുന്ന ഒരുമാതിരി കുന്തി ക്ഷീണം അമ്മലോ? ഇതെന്താണ് വെള്ളയും വെള്ളയൊക്കെ ഇട്ട് NCC യൂണിഫോം അല്ലേ? സ്വാതന്ത്ര്യദിനത്തിന്റെ പരേഡ്. കാലൊക്കെ വേദന എടുക്കുന്നത് ടൈറ്റ് ആണോ? വലത് പിടിക്കാൻ കുറച്ചുകൂടെ വലത് പിടിക്കണം. ഇപ്പൊ ഒരു പൊക്കം വെച്ച്. ഓക്കെ, നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. വലിയ പൊട്ട് വാങ്ങിക്കാം. ഇന്ന് എന്തൊക്കെയായിരുന്നു ഫംഗ്ഷൻ? പതാക ഉയർത്തല്, മിഠായി കിട്ടിയ ഏത് NH? ചാത്തന്നൂരാ? ഓക്കെ, മിഠായി വിതരണമൊക്കെ ഉണ്ടായിരുന്നോ? ഓ, നിന്റെ നെയിം പ്ലേറ്റ് കാണിച്ചേ, അടുത്തേക്ക് കാണിച്ചേ. ഫുൾ നെയിം അമൽ S അനിൽ. നിന്റെ ഫുൾ നെയിം? ഓക്കെ, അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഞ്ഞി സദ്യക്ക് പോവാം. നാളിന് ശേഷം വീട് പൂട്ടി ഇറങ്ങുന്നല്ലേ ഏട്ടാ? വീട് നമ്മൾ അങ്ങനെ പൂട്ടി ഇറങ്ങാറേ ഇല്ലല്ലേ? 3 വർഷം ആവാറായി വീട് വെച്ചിട്ട്. എപ്പോഴും അമ്മച്ചി ഇവിടെ കാണാം. അമ്മച്ചി മാക്സിമം ഇവിടെ കാണും. വളരെ റെയർ ആയിട്ട് ഈ 3 വർഷത്തിനിടയിൽ 3 തവണ നമ്മൾ പൂട്ടി ഇറങ്ങിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അന്ന് അതുപോലെ വളരെ റെയർ ആയിട്ട് 2-3 തവണ നമ്മൾ പൂട്ടി ഇറങ്ങിയിട്ടുള്ളു. എപ്പോഴും അമ്മച്ചി ഇവിടെ കാണും. ബുള്ളറ്റിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ചേട്ടന്റെ വീട്ടിലെത്തി. നമ്മളവിടെ എത്തുമ്പോൾ കഞ്ഞിസദ്യ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി 1 മണിക്കുള്ള ക്ലാസ്സിന് മുമ്പേ തിരിച്ചു വരണം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാവരോടും ഒക്കെ സംസാരിച്ചിട്ട് പിന്നെ കഞ്ഞി കുടിക്കാനായിട്ട് ഞാനും ഇരുന്നു. നല്ല അടിപൊളി കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞിയും കൂട്ടുകറിയും. നിങ്ങൾക്ക് ഇഷ്ടമാണോ കഞ്ഞിയും കൂട്ടുകറിയും? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണത്. അതുമല്ല ഇതുപോലെയുള്ള പ്ലാവല കൊട്ടിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് കൂടും. പിന്നെ എല്ലാവരും തങ്ങളിൽ കണ്ടുമുട്ടുന്നത് ഇതുപോലെയുള്ള കുടുംബത്തോരോ ഫങ്ഷൻസ് വരുമ്പോഴാണല്ലോ. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.